പക്ഷെ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ അൺഫെയർ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് പറയാൻ പോകുന്നതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാനിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആണ്. ഇന്ന് എന്തായാലും ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് വർക്ക്ഔട്ട്, ഡയറ്റ് അങ്ങനെയൊന്നും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല, ഒരു ചിറ്റ് വീഡിയോ ആണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ഒരു വലിയൊരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയൊരു സന്തോഷ വാർത്തയെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബ്ലാങ്ക് ആണ്. ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി ഞാൻ ഒരു 3 മാസം മുമ്പും ഇതേപോലെ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും എങ്ങനെയാണ് ഇത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ബ്ലാങ്ക് ആയിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരുപാട് പേരാണ് മോട്ടിവേഷൻ തന്നെ എന്താ പറയുക, വീണ്ടും പഴയ ട്രാക്കിലോട്ട് എത്തിച്ചത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് എന്താ പറയുക, കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വീക്കായിട്ട് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, എന്താ പറയുക, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോയതും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയതൊക്കെ. അതിനിടയിൽ ഒരു വലിയൊരു സംഭവം നമ്മുടെ ചാനലിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ അത് നോട്ട് ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കാറും വിഷ് ചെയ്യാറും ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു 2 ലക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്പർ എനിക്ക് ജസ്റ്റ് ഒരു നമ്പർ മാത്രമല്ല, ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 വർഷമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. നമ്മൾ ബീഫ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമായി. ബീഫ് സ്ക്വാഡ് ഞാൻ തുടങ്ങുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 1.21 lakh ആയിരുന്നു. ആ നമ്പർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ പറയുക, ഞാനിപ്പം ഏകദേശം ഒരു 1500 പരം വീഡിയോസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരുന്നു, പക്ഷെ എന്നാലും സ്റ്റഡി ഗ്രോത്ത് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടും ഇത്രയും വർഷം ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നിടാൻ പറ്റാത്തതെന്ന് ഞാൻ എപ്പോഴും, അതായത് ഫാസ്റ്റ് ആയിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വന്നു ചേരാനുള്ള കാര്യങ്ങൾ, നമുക്ക് വന്നു ചേരാനുള്ള ബ്ലെസ്സിങ്സും ഒക്കെ നമുക്ക് എപ്പോഴാണോ നമ്മുടെ ലൈഫിലോട്ട് എത്തേണ്ടത് ആ സമയത്ത് എത്തുന്നു ഞാൻ പിന്നീട് എന്നെ തന്നെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സിന് ശേഷമാണ് ഇപ്പം ഈ ഒരു 2 lakh സബ്സ്ക്രൈബേഴ്സ് ആ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ പിന്നിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ജേണി ആയിരുന്നു. 4 വർഷമൊക്കെ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നീട് 4 വർഷമൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്ന് തന്നെ ആയിരിക്കും എല്ലാവരുടെയും ഉത്തരം. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്കിത് ഒത്തിരി വാല്യൂ തോന്നുന്ന, അല്ലെങ്കിൽ ഒത്തിരി വേർത്ത് ആയിട്ട് തോന്നുന്ന ഒരു ജേണി ആയിരുന്നു. വലിയൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഫാമിലി വലിയൊരു ഫാമിലി ആയിരിക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ബ്ലെസ്സിങ്ങും കൊണ്ട് തന്നെയാണ്, എന്താ പറയുക, സ്ലോ ആയിട്ടാണെങ്കിലും ഈ ഒരു പൊസിഷനിലോട്ട്, ഈ ഒരു മൈൽ സ്റ്റോണ് നമുക്ക് ഒരുമിച്ച് പിന്നിടാൻ പറ്റിയത്. ശരിക്കും എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഒന്നും ഇല്ലാതെ ഇരുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് എവിടെയോ എത്തിപ്പെട്ടു എന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നാറ്. ഒരു സാധാരണ ഒരു വീട്ടമ്മയായിരുന്ന ഞാൻ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പോലും അറിയാതിരുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഇപ്പം ബീഫ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഫിറ്റ്നസ് ക്ലബിന്റെ ഫൗണ്ടറായി, സർട്ടിഫൈഡ് ന്യൂട്രീഷൻ അഡ്വൈസറായി, 2 lakh സബ്സ്ക്രൈബേഴ്സ് പിന്നിടുന്ന ഒരു ചാനലിന്റെ ഓണറായി, ഫംഗ്ഷണൽ ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റ് ആയി, 5000-ൽ പരം സ്ത്രീകളെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡെസ്റ്റിനി. ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കാതിരുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ വന്നിരിക്കുന്ന ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ തന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എനിക്ക് വന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അന്നത്തെ ദിവസം, ആ ഒരു 2 lakh സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടുന്ന ദിവസവും എനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, ഈ ഒരു നമ്പറിന് വേണ്ടി ഞാൻ ഏകദേശം 4 വർഷമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അന്ന് ഈ ഒരു 2 lakh സബ്സ്ക്രൈബേഴ്സ്, ആ കൗണ്ട്, നമുക്ക് ലൈവ് കൗണ്ട് കാണാൻ പറ്റും നമ്മുടെ യൂട്യൂബിൽ. അപ്പൊ ആ ഒരു, എന്താ പറയുക, ലൈവ് കൗണ്ട് നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 2 lakh എപ്പോഴാവും എന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഈ രീതിയിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണം, 2 lakhന്റെ അനൗൺസ്മെന്റ് ഈ രീതിയിൽ ചെയ്യണം എന്നായിരുന്നില്ല ഞാൻ വിചാരിച്ചു. ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2 ലക്ഷം പിന്നിട്ട് കഴിഞ്ഞാൽ. പക്ഷെ ആ രീതിയിലല്ല അതിനുശേഷം എൻ്റെ ലൈഫിൽ പോയത്. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ഒരു വൈകുന്നേരം ആ ഒരു സമയമായിരുന്നു, ഒരു സന്ധ്യ ആ ഒരു സമയത്തായിരുന്നു ഈ ചാനലിന്റെ
ഓരോ സബ്സ്ക്രൈബേഴ്സും കൂടുന്നത് നോക്കി ഞാനിങ്ങനെ ലൈക്ക് കൗണ്ട് നോക്കി അത് വീഡിയോ ക്യാപ്ചർ ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്ന് 2 ലക്ഷം ആവുകയാണെങ്കിൽ എൻ്റെ ഫാമിലിക്ക് ഞാനൊരു ട്രീറ്റ് കൊടുക്കണം. കാരണം അവർ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആയിട്ട് എൻ്റെ കൂടെ നിന്ന ആളുകൾ. എന്താ പറയുക, വീഡിയോ നമ്മളിങ്ങനെ ഇരുന്ന് ഒരു ക്ലോസ്ഡ് റൂമിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഒരു ട്രീറ്റ് കൊടുക്കണം, ഇതൊരു വലിയൊരു അനൗൺസ്മെന്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം, ഒരു ഗിവ് അവേ ചെയ്യണം, പിന്നെ നമ്മൾ ബീഫ് സ്ക്വാഡായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ സ്വരുക്കൂട്ടി വെച്ചായിരുന്നു, പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു അന്നത്തെ ദിവസം. പക്ഷെ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ താങ്ക് ഗോഡ് എന്തുകൊണ്ടോ അതിൽ നിന്ന് കരകയറി വരാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. അന്നത്തെ ദിവസം ഈ ലൈവ് കണ്ടു നോക്കി ഇരിക്കുന്ന സമയത്താണ് അച്ഛന് ഒരു വലിയൊരു വീഴ്ച ഉണ്ടാവുന്നത്. അത് ഒരു സാധാരണ ഒരു വീഴ്ചയൊന്നും ആയിരുന്നില്ല. നമ്മുടെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടല്ലോ, ഒരു ഫ്ലോറിൽ നിന്ന് അച്ഛൻ താഴോട്ട് വീഴുമായിരുന്നു. മോൻ കളിക്കുന്നുണ്ടായിരുന്നു, ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കോക്ക് ആ പാരപറ്റിന്റെ മുകളിൽ പോയപ്പോൾ അത് എടുത്തു കൊടുക്കാനായിട്ട്, അത് എപ്പോഴും ചെയ്യുന്നതാണ് അച്ഛൻ. ഇടയ്ക്ക് ഇങ്ങനെ കോക്ക് പോകുന്ന സമയത്ത് അച്ഛൻ എടുത്തു കൊടുക്കും, ഏണി വെച്ച് കയറി എടുത്തു കൊടുക്കും. അപ്പൊ അന്നത്തെ ദിവസം അതേപോലെ എടുത്തു. പക്ഷെ എല്ലാ ദിവസവും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അച്ഛൻ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഏണി നീങ്ങിപ്പോയി. അങ്ങനെ അച്ഛൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന്, അതായത് ഫസ്റ്റ് ഫ്ലോറിന്റെ ആ പാരപ്പറ്റിൽ നിന്ന് താഴോട്ട് വീഴുമായിരുന്നു. വലിയൊരു ഫോൾ ആയിരുന്നു അത്. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു ആക്സിഡന്റ് എൻ്റെ കണ്ണിന്റെ മുന്നിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതും എൻ്റെ മോന്റെ മുമ്പിലാണ് അച്ഛൻ വീണത്. അപ്പം വലിയൊരു എന്താ പറയാ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നത്തെ ആ ഒരു മൈൽ സ്റ്റോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ആ ഒരൊറ്റ ഫ്യൂ സെക്കൻഡ്സ് കൊണ്ടല്ല, ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് ലൈഫ് എന്താ പറയാ മറിയായിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെ എടുത്ത് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തലയിൽ പൊട്ടലുണ്ടായിരുന്നു, കയ്യിൽ പൊട്ടലുണ്ടായിരുന്നു. അപ്പൊ അത് തലയിൽ പൊട്ടലുണ്ടായതുകൊണ്ട് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ പേടിച്ചു, ഒരുപാട് പാനിക്കായി. ആ സമയത്ത് ശരിക്കും അതൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്തതെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടോ താങ്ക് ഗോഡ് അച്ഛന് കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് മണിക്കൂറുകൾ ഞങ്ങൾ ഒരുപാട് എന്താ പറയാ, ഞങ്ങൾ പാനിക്കായി. സ്കാനിങ് ഒക്കെ കിട്ടി, ഇന്റേണൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്നുള്ള ആ ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതിന് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. അതിനുശേഷവും ICUലായിരുന്നു അച്ഛൻ, ഒബ്സർവേഷനിലായിരുന്നു. അപ്പൊ രാവിലെ ഒരു 4 മണി 6 മണിയൊക്കെ സമയമാകുമ്പോഴാണ് ഡോക്ടർ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇന്റേണൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ല, റെസ്റ്റിൽ പൊട്ടലുകളുണ്ട്, മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫേഷ്യൽ ബോൺസിന് ചെറിയ ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ട്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ആ എല്ലുകളൊന്നും തന്നെ ഡിസ്പ്ലേസ് ആയില്ല. അതുകൊണ്ട് കൂടുതൽ അപകടങ്ങളിലേക്ക് പോവാണ്ട് അച്ഛൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് അച്ഛന് അധികം കോൺഷ്യസ് ആയിരുന്നില്ല, ഓർമ്മ പ്രോപ്പറായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പം ഈ 2 ഡേയ്സ് മുന്നെയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആയത്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഞാനിരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അതായത് അച്ഛൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമ്മളൊക്കെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത്, നമ്മുടെ ഫ്യൂച്ചറൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. നാളത്തെ കാര്യങ്ങളും മറ്റന്നാൾ നടക്കേണ്ട കാര്യങ്ങളും നമുക്ക് ഇന്ന കാര്യങ്ങൾ വരുമ്പം അതെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നും അടുത്ത മാസത്തെ ബർത്ത്ഡേയും അടുത്ത വർഷത്തെ ബർത്ത്ഡേ ഒക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. അങ്ങനെ ഞാനും ഒരു 4 വർഷത്തെ എൻ്റെ ഒരു കാത്തിരിപ്പാണ് അന്നത്തെ ദിവസം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത്. പക്ഷെ അന്നത്തെ ആ ഒരൊറ്റ മൊമെന്റിലൂടെ എനിക്ക് മനസ്സിലായി, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ നടക്കുന്നത്. അത് എന്താ പറയുക, ഓൾറെഡി ഒന്ന് എഴുതി വെച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അത് അതേപോലെ നടക്കണം എന്ന് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ വിചാരിക്കും ഈ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, ഈ കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള പല തോട്ട്സും നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വീടിന്റെ പണി തുടങ്ങുമ്പോൾ തന്നെ ആ വീട് പണി പൂർത്തിയായി കഴിഞ്ഞാലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. ഒരു ജോബിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ആ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, ആദ്യത്തെ സാലറിയിൽ ആർക്കൊക്കെ എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോൾ അടുത്ത മാസം നമ്മൾ എന്തൊക്കെ, ഈ മാസം തന്നെ നമ്മൾ അതിനുള്ള പ്ലാനിങ് തുടങ്ങും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാനിങ്ങിന് ഒന്നും തന്നെ ഒരു വാല്യൂ ഇല്ല എന്നുള്ളത് ആ ഒരൊറ്റ ദിവസത്തെ അതായത് വൈകുന്നേരം വരെ നമ്മുടെ ചാനൽ ഏകദേശം 2 ലക്ഷത്തി എനിക്ക് തോന്നുന്നു 90,000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴാണ് അച്ഛൻ ഈ വീഴ്ച സംഭവിച്ചത്. ഒരു 10 സബ്സ്ക്രൈബേഴ്സും കൂടി ആയി കഴിഞ്ഞാൽ 2 lakh സബ്സ്ക്രൈബേഴ്സ് ഫിനിഷായി. ഒരു സെലിബ്രേഷൻ മൂഡിലോട്ട് പോകേണ്ട ഒരു വീടാണ് പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റൽ എമർജൻസി, അതും ഒരു എന്താ പറയുക ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എമർജൻസി സിറ്റുവേഷനിലോട്ട് ഞങ്ങൾ പോകുന്നത്. ഒരാൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് അന്നത്തെ ദിവസം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ അൺഫെയർ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആണ്. ആ ഒരൊറ്റ ദിവസം സംഭവം കൊണ്ട് ഈ ഒരു ലെസൺ ആണ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം 34 വയസ്സായി. ഈ ഒരു കാലയളവിനുള്ളിൽ ഞാൻ ഒരുപാട്, നമ്മളിപ്പം പേപ്പറിലും
ന്യൂസിലും ഒക്കെ കാണാറില്ലേ, കല്യാണ തലേന്ന് ആക്സിഡന്റ് ഉണ്ടാവുന്നു, പിന്നെ കല്യാണ തലേന്ന് വരൻ മരിക്കുന്നു, വധു മരിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ മരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ന്യൂസ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് നാളെ കല്യാണം നടക്കാനിരിക്കുന്ന തൊട്ട് തലേന്ന് ആക്സിഡന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതുപോലെ പല പല സെലിബ്രേഷനും വേണ്ടി നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോൾ ആക്സിഡൻസ് ഉണ്ടാവുക, മരണപ്പെടുക. ഇതൊക്കെ എങ്ങനെയാണ്, ഇതിനൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടാവും, ചൂരൽമല ദുരന്തത്തിൽ രക്ഷപ്പെട്ട ഒരു കുട്ടി. ആ കുട്ടിയുടെ പേര് എൻ്റെ അടുത്ത് മറന്നുപോയി. എന്താ പറയാ, ആ കുട്ടിയുടെ ഫാമിലി മൊത്തം ഈ ഒരു ഡിസാസ്റ്ററിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ കുട്ടിയെ എന്താ പറയാ, കല്യാണം ഉറപ്പിച്ച ആ ഒരു പയ്യൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൂടെ. അത് കഴിഞ്ഞ് വേറൊരു ആക്സിഡന്റിൽ ആ പയ്യനും കൂടി മരണപ്പെടുകയാണ്. അപ്പൊ ആ ന്യൂസ് ഒക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇങ്ങനെയൊക്കെ ഒരാളുടെ ലൈഫിൽ സംഭവിക്കുമോ? പക്ഷെ ഇങ്ങനെയും ഇതിലപ്പുറവും നമ്മുടെ ലൈഫിൽ സംഭവിക്കാം. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തു വെച്ച് കഴിഞ്ഞാലും, എന്തൊക്കെ സെലിബ്രേഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തു വെച്ച് കഴിഞ്ഞാലും ഒരൊറ്റ ഞൊടിയുടെക്കുള്ളിൽ അത് മാറി മറിയാന്ന് ആ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കാരണം എന്റെ ലൈഫിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെന്റ് ഏതാണോ, നമ്മളിപ്പം ഉള്ള ആ ഒരു മൊമെന്റ് മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ഒരിക്കലും ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്ത് നെക്സ്റ്റ് മൊമെന്റിൽ ഞാൻ എന്താണ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ലിവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത്, ആരോടും എന്താ പറയുക, ഒരു റിഗ്രറ്റ്സും ഇല്ലാതെ, ആരോടും ഒരു പിണക്കങ്ങളും ഇല്ലാതെ, എന്താ പറയാ, മാക്സിമം ഹാപ്പി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം, നമ്മുടെ ഹെൽത്ത്, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സംഭവം. നമുക്ക് എത്ര പൈസ ഉണ്ടായിട്ടും എത്ര ആളുകൾ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ ഹെൽത്ത് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു നഷ്ടം. അത് ഒരു ദിവസം നമ്മളൊന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ദിവസം പോലും വേണ്ട, ഒരു 1-2 മണിക്കൂർ നിങ്ങൾ ബെഡിലായി കഴിഞ്ഞാൽ തന്നെ, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഹെൽത്ത് എത്രത്തോളം എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് മനസ്സിന് കിട്ടുന്ന സമാധാനം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ലൈഫിൽ ഹാപ്പി ആയിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള ബ്ലെസ്സിങ്സിനെ നമ്മൾ മാക്സിമം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഒന്നും പ്ലാൻ ചെയ്യാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണ്. പക്ഷെ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോഴും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ്. അതിൽ നമ്മൾ വന്നേ പറ്റൂ. കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ അതിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും, അതിൽ തളർന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റില്ല. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരും അത് കാരണം വിഷമിക്കേണ്ടതായിട്ട് വരും. അപ്പൊ കുറച്ച് ദിവസം എടുത്തു എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാനായിട്ട്. ഞാൻ ഇങ്ങനെ കൂട്ടിയും കുറച്ചും ഒക്കെ ഞാൻ ചിന്തിച്ച് നോക്കി, എന്തുകൊണ്ടായിരിക്കാം, വൈ മീ, അല്ലെങ്കിൽ വൈ അസ്, അങ്ങനെ ഒരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു ചോദ്യം എന്റെ മനസ്സിൽ എന്തുകൊണ്ട് ഞാൻ എനിക്ക് ചോദിക്കേണ്ടി വന്നിരുന്നില്ല. കാരണം അതൊക്കെ ബ്ലെസ്സിങ്സ് ആയിരുന്നു. അപ്പൊ ബ്ലെസ്സിങ്സ് ഒരുപാട് കിട്ടുമ്പോൾ അതിന്റെ കൂടെ ഒരു കേഴ്സും ഉണ്ടാവുമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ അത് നിങ്ങളും ഇപ്പൊ ഇതുപോലെയുള്ള ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിലും ഒരുപാട് പ്രശ്നങ്ങളുള്ള എത്രയോ പേര് നമ്മുടെ ചുറ്റിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ മനുഷ്യന്റെ ലൈഫ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്, ഓരോ ദിവസവും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അപ്പൊ ആ ഒരു സങ്കടത്തിനിടയിലാണെങ്കിലും നമ്മുടെ ഈ ഒരു ഹാപ്പി വൈബ്സ് ഫാമിലിക്ക് ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 2 lakh സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. ഒരു റെഗുലർ ആയിട്ട് ഒരു ഹോം മേക്കർ എന്ന് ഈ ഒരു രീതിയിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ഈ ഒരു ഫീൽഡ് ഈ ഒരു ഫീൽഡാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചൂസ് ചെയ്യുന്ന പോലും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഞാനൊരു IT ഗ്രാജുവേറ്റ് ആണ്, ഒരു MCA ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ആ ഒരു ഫീൽഡിലേക്ക് പോകേണ്ടിയിരുന്ന ഞാൻ എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ജേർണിയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിലോട്ട് എത്തിപ്പെട്ടതെന്ന് ശരിക്കും എനിക്ക് ഇപ്പോഴും ഞാൻ ക്ലൂലെസ് ആണ് ആ ഒരു കാര്യത്തിൽ. പക്ഷെ ഇതിപ്പോഴും തുടർന്നു പോകാനായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ടും നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഫിറ്റ് സ്ക്വാഡ് വഴിയും ഈ ഹാപ്പി വൈബ്സ് ചാനൽ വഴിയും ഒരുപാട് പേരുടെ ഫിറ്റ്നസ് ജേർണിയിൽ ഒരു പാർട്ടായിട്ട് മാറാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പൊ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വർഷമായിട്ട് എന്നെ കേട്ടോണ്ടിരിക്കുന്ന, എന്നെ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്താണ്. അതിൽ കൂടുതൽ എങ്ങനെയാണ് ആ വാക്കുകൾ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതിന് വാക്കുകൾ മതിയാവാണ്ട് വരും. അപ്പൊ ഈ ഒരു മൈൽ സ്റ്റോണിന് വേണ്ടി ഞാൻ ഏകദേശം 4 years ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അന്നത്തെ ദിവസം സാധിച്ചില്ല. അതിപ്പോഴും കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന 2 lakh സബ്സ്ക്രൈബേഴ്സ് ആയ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു മൊമെന്റ്, അതിപ്പോഴും എനിക്ക് എന്റെ ലൈഫിൽ നിന്ന് ഞാൻ മാഞ്ഞു പോകട്ടെ, ആ ദിവസം മാഞ്ഞു പോകട്ടെ എന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ടൈം മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോവാം, അതിന് പുറകിലോട്ട് പോവാന്നൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ഈ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ. അപ്പൊ ആ ദിവസം ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല.
പക്ഷെ എന്നാലും നമ്മുടെ ചാനലിൽ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു അത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും ബ്ലെസ്സിങ്സിനും ഒക്കെ ഒരുപാട് നന്ദി. ഒത്തിരി പേര് ഈ ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് ഒരുപാട് പേര് മെസ്സേജസ് ആയിട്ടും ഈവൻ മെയിലുകളായിട്ടും ഒക്കെ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി, എവിടെയാണ്, എന്താണ് വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനോ ആരോടെങ്കിലും സംസാരിക്കാനോ ഒന്നുമുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ഞാൻ എൻ്റെ ബിസിനസ് പാർട്ണർ നിഷ, അവളുമായിട്ട് തന്നെ ഞാനിപ്പം ഇന്നലെയാണ് ഞാൻ സംസാരിച്ചത്. ഇത്രയും ദിവസം ഞാനൊരു ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു, കാരണം ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായപ്പോൾ അതിന് റിക്കവർ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ ഞാൻ റിക്കവർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും ബാക്ക് ടു ട്രാക്കിലോട്ട് ഞാൻ വരും. അപ്പോൾ വേറെ ഒരു കാര്യം പറയാനുള്ളത്, ബിഫിറ്റ് സ്ക്വാഡിൽ നമ്മൾ നെക്സ്റ്റ് മന്തിലേക്കുള്ള ഏപ്രിൽ മന്തിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മന്തിലേക്കുള്ള അഡ്മിഷൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 lakh സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സെലിബ്രേഷനും ഒക്കെ എന്താ പറയാ ഒത്തിണക്കി ഓരോ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും എനിക്ക് സാധിച്ചില്ല. ഐ എം സോ സോറി ഫോർ ദാറ്റ്. പക്ഷെ എന്നാലും നമ്മൾ ഇത്തവണയും ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടീമായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത്. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ എൻ്റെ പാർട്ടും കൂടി അവർ ഏറ്റെടുത്ത് അവര് നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ചെറിയൊരു ടീമാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടീം ഉള്ളതും എനിക്ക് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അവര് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ബിഫിറ്റിന്റെ കാര്യങ്ങൾ, ഒരുപാട് ക്ലയൻസ് നമ്മൾ വിശ്വസിച്ച് അവര് എന്താ പറയാ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിലുണ്ട്. അപ്പം അവരെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ടീമാണ് കൊണ്ടുപോയത്. എനിക്കൊന്നും തന്നെ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ബിഫി സ്ക്വാഡിൽ ഇത്തവണയും നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 4 weeksന്റെ പ്ലാന് 1000 rupees ഓഫാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏപ്രിൽ മെയ് ആണ് വെക്കേഷൻ മന്തുകളാണ്. അപ്പൊ ഏപ്രിൽ മെയ് എന്താ പറയാ നമുക്ക് ഒരുപാട് യാത്രകളും ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താ പറയാ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ഏപ്രിൽ മെയ് ഒരു സമ്മർ ഫ്ലെക്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 ദിവസത്തെ ലൈവ് വർക്ക്ഔട്ട് സെഷൻസ് ഒക്കെയാണ് വരിക. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാംസ് ഇത്തവണ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവര് ഈ എന്താ പറയുക വെക്കേഷൻ കഴിയട്ടെ എന്നൊന്നും പ്ലാൻ ചെയ്ത് വെക്കേണ്ട. നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ലൈഫ് നടക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന കൊടുത്ത് എത്രത്തോളം ഭംഗിയായിട്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അതാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ശരീരം വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം. നമ്മുടെ സാലറി ആയിട്ട് ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മുടെ ചുറ്റും എത്ര പേരുണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വഴങ്ങുന്ന ഒരു ശരീരമാണ് നമുക്ക് വേണ്ടത്. കഴിയുന്നത് രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശരീരമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഹെൽത്തിന് ഏത് രീതിയിൽ നമുക്ക് മുൻഗണന കൊടുക്കാൻ പറ്റും, എത്ര പ്രിയോറിറ്റൈസ് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ മാക്സിമം പ്രിയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിന് ഞങ്ങളുടെ ടീമിന് ഏത് രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഓൾവേസ് ഞങ്ങൾ ഇവിടെ റെഡിയാണ്. ഏപ്രിൽ മന്തിലോട്ട് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ എന്താ പറയാ ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് ഇരിക്കുന്ന സമയത്ത് എന്ത് സംസാരിക്കണമെന്നോ ഏത് രീതിയിൽ ഈ കാര്യം അവതരിപ്പിക്കണമെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു മെസ്സേജ് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരുപാട് പേരുണ്ടാവും നെക്സ്റ്റ് മന്തിലേക്ക്, അതിന്റെ അടുത്ത മന്തിലേക്ക്, അടുത്ത വർഷത്തേക്കൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നടക്കണം എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അത്രയും പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയത്. ആ പ്രതീക്ഷ ഇല്ലാണ്ടാവുമ്പം നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും. അപ്പോൾ ഇപ്പോഴെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ലിവ് ഇൻ ദ മൊമെന്റ്. ഇപ്പോൾ ഉള്ള മൊമെന്റ് എൻജോയ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയ ചാലഞ്ചസ് ആയിട്ടും പുതിയ വർക്ക്ഔട്ട് വീഡിയോസ് ഒക്കെ ആയിട്ടും ഞാൻ ബാക്ക് ടു ട്രാക്ക് വരാനായിട്ട് ശ്രമിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് റിക്കവർ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഈ ഒരു 2 lakh സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഒരുപാട് പേര് എൻ്റെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് മെസ്സേജസും മെയിൽസും ഒക്കെ തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും പഴയ അതേപോലെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും, പഴയ ട്രാക്കിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.